അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇ.ഡി. റെയ്ഡ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലും കോട്ടയത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ആശുപത്രിയിലും അവയവക്കടത്തിലെ ഇടനിലക്കാരെന്ന് ആരോപിക്കപ്പെടുന്ന കൊല്ലം പുളിയത്തുമുക്ക് ശ്രീജ, സുധീർ എന്നിവരുടെ വീടുകളിലുമാണ് ഇ.ഡി. പരിശോധന നടത്തുന്നത്. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡിയുടെ ഈ നിർണായക നീക്കം ഉണ്ടായത്. അവയവക്കടത്തിനായി വ്യാജരേഖകൾ നിർമ്മിച്ച കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് സംസ്ഥാനത്ത് ഈ റെയ്ഡിന് വഴി തുറന്നത്. കൊച്ചി, കൊല്ലം, കാസർഗോഡ് ജില്ലകളിലെ 9ഓളം കേന്ദ്രങ്ങളിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഒരേ സമയം പരിശോധന നടത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനോടകം 6ഓളം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് ECIR രജിസ്റ്റർ ചെയ്ത് ഇ.ഡി. വിപുലമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവയവക്കടത്ത് കേസിലെ സൂത്രധാരന്മാരിൽ ഒരാളെന്ന് വിശ്വസിക്കപ്പെടുന്ന നജീബിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻതോതിൽ പണം എത്തിയിട്ടുണ്ട് എന്ന് ഇ.ഡി. കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ റെയ്ഡ് നടന്ന ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നജീബിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് വലിയ തുക കമ്മീഷനായി കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. ഈ സാമ്പത്തിക ഇടപാടുകളുടെ ഡിജിറ്റൽ രേഖകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും പിടിച്ചെടുക്കാനാണ് റെയ്ഡ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം അറസ്റ്റിലായ നജീബാണ്. അന്തർ സംസ്ഥാന അവയവ കച്ചവട റാക്കറ്റിലെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് നജീബ് കല്ലഡ്ര കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വെച്ചാണ് പിടിയിലായത്. കേരളം മുഴുവൻ വ്യാപിച്ച അവയവ കച്ചവട റാക്കറ്റിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ഇയാളിലൂടെയാണ്. തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നടന്ന അവയവദാനവുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട രേഖകളിൽ സംശയം തോന്നിയതാണ് ഈ വൻ മാഫിയയെക്കുറിച്ചുള്ള ആദ്യ സൂചന പോലീസിന് നൽകിയത്. അവയവദാനത്തിന് അനുമതി നൽകുന്ന ഓതറൈസേഷൻ സമിതിക്ക് മുന്നിലെത്തിയ രേഖകളിലെ സീലുകളിലും ഒപ്പുകളിലും ചില പൊരുത്തക്കേടുകൾ അധികൃതർ ശ്രദ്ധിച്ചു. തുടർന്ന് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ വില്ലേജ് ഓഫീസറുടെയും തഹസിൽദാറുടെയും പേരിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ വ്യാജമാണെന്ന് തെളിഞ്ഞു. കൊല്ലം കിളികൊല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ അന്വേഷണം എറണാകുളത്തെ ഏജന്റുമാരിലേക്ക് നീണ്ടു. അത് എത്തിയത് നജീബിലും. നജീബിന്റെ പ്രവർത്തന രീതി വളരെ ആസൂത്രിതമായിട്ടാണ് ഈ സംഘം പ്രവർത്തിച്ചത് എന്ന് വെളിവാക്കുന്നതായിരുന്നു. അവയവദാനത്തിനുള്ള കടുത്ത നിയമങ്ങൾ മറികടക്കാൻ സർക്കാർ സംവിധാനത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നജീബ് വ്യാജരേഖകൾ തയ്യാറാക്കിയത്. അവയവദാനത്തിന് സന്നദ്ധരാകുന്നവർക്ക് ശുപാർശ കത്ത് നൽകാനായി MP-മാരുടെയും MLA-മാരുടെയും വ്യാജ ലെറ്റർ പാഡുകൾ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ തുടങ്ങി ആവശ്യമായ എല്ലാവരുടെയും ഒപ്പുകളും സീലുകളും എല്ലാം ഇയാൾ വ്യാജമായി നിർമ്മിച്ചു. ദാതാവും സ്വീകർത്താവും തമ്മിൽ രക്തബന്ധമില്ല എന്നും അവരെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള വ്യാജ സത്യവാങ്മൂലങ്ങളും ഇയാൾ തയ്യാറാക്കി. പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിശ്വസിപ്പിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ പേരിൽ വ്യാജ ഫോൺ നമ്പറുകൾ നൽകി അവരിൽ നിന്ന് ക്ലിയറൻസ് നൽകുന്ന രീതിയും നജീബിനുണ്ടായിരുന്നു. തങ്ങളുടെ വെബ്സൈറ്റ് വഴിയാണ് അവയവങ്ങൾ വേണ്ടവരെ നജീബും ഭാര്യ റഷീദയും കണ്ടെത്തിയിരുന്നത്. പ്രമുഖ ആശുപത്രികളിൽ ഈ ആവശ്യവുമായി എത്തുന്നവരെ ഏജന്റുമാർ വഴി ബന്ധപ്പെടും. ഏജന്റുമാർ തന്നെയാണ് പണത്തിനാവശ്യമുള്ളവരെ കണ്ടെത്തി തുച്ഛമായ തുകയ്ക്ക് കരാർ ഉറപ്പിക്കുന്നത്. അവയവദാനമടക്കം ഏതു വിധത്തിലുള്ള മെഡിക്കൽ ആവശ്യവും നടത്തിക്കൊടുക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് നജീബും റഷീദയും നടത്തിയിരുന്ന കല്ലഡ്രാസ് എന്ന വെബ്സൈറ്റ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും അവയവദാന ബോധവൽക്കരണത്തിന്റെയും മറകൂടി ഈ വെബ്സൈറ്റിനുണ്ട്. ഈ വെബ്സൈറ്റിലൂടെ വൃക്കയും കരളും ആവശ്യമുള്ള രോഗികളെയും സാമ്പത്തികമായി തകർന്ന ദാതാക്കളെയും ഇയാൾ ഒരേ സമയം വലയിലാക്കിയിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ദാതാക്കളെയാണ് ഇവർ കണ്ടെത്തുക. 5 മുതൽ 10 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്താണ് ഇവരെ വലയിലാക്കുന്നത്. എന്നാൽ അവയവം ആവശ്യമുള്ള രോഗികളിൽ നിന്ന് 40 മുതൽ 50 ലക്ഷം രൂപ വരെ ഈ സംഘം ഈടാക്കിയിരുന്നു. ഇതിൽ സിംഹഭാഗവും കമ്മീഷനായി കൈക്കലാക്കി. ഇതായിരുന്നു ഇവരുടെ തട്ടിപ്പിന്റെ രീതി. ഇതിൽ വലിയ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നു. അവർക്ക് രാജ്യത്താകെ വല ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇ.ഡി. ഇപ്പോൾ നടത്തുന്നത്. അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. ഇപ്പോൾ ഈ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചതിൽ നിന്നുമാണ്
സ്വകാര്യ ആശുപത്രികളിലേക്ക് അന്വേഷണം നീണ്ടത്. സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി മനുഷ്യരുടെ ദാരിദ്ര്യം ചൂഷണം ചെയ്തുമാണ് ഈ മാഫിയ സംഘം പ്രവർത്തിച്ചത്. ഇതിന് പിന്നിലെ വലിയ കണ്ണികൾ പുറത്തുവരണം, അവരിലേക്ക് അന്വേഷണം നീളണം, കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണം. അതിനാകട്ടെ ഈ റെയ്ഡും അന്വേഷണവും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.